ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗിസാർഡ് റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഗിസാർഡ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ഗിസാർഡാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഗിസാർഡ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഇതൊക്കെയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് മല്ലിയില, 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് നടുകീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഗിസാർഡ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്യാം. അപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കേട്ടോ. നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികൾ മൂക്കുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഗിസാർഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പം ഗിസാർഡ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പം ഞാനിത് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഉണ്ടോ വെള്ളമൊക്കെ ഈ ഗിസാർഡിൽ നിന്ന് ഊറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ പറ്റണം, നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ 15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കാം. ഇപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിലല്ല. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ 2 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില നേരത്തെ കാണിച്ചു തന്നില്ലേ, അതൊക്കെ ഇതിൽ ഈ സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗിസാർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗിസാർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.